ശമ്പളക്കാരായ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആശങ്കക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നാണ് EPFO നിയമങ്ങൾ. ഇപ്പോഴിതാ ഈ നിയമങ്ങൾ ലളിതമാക്കുകയാണ്. ഏപ്രിൽ മുതൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് EPFO കൊണ്ടുവരുന്നത്. ജീവനക്കാർക്ക് PF പണം നേരിട്ട് UPI പേയ്മെന്റ് ഗേറ്റ്വേ വഴി പിൻവലിക്കാൻ അവസരമൊരുങ്ങുകയാണ്. ഏപ്രിൽ മുതൽ ഇത്തരത്തിൽ പണം പിൻവലിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഉന്നത സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് EPFO ഈ UPI സൗകര്യം നടപ്പിലാക്കുക. തൊഴിൽ മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള പദ്ധതിക്കും രൂപം നൽകി വരികയാണ്. പദ്ധതി നടപ്പിലാക്കുന്നതോടെ EPF തുകയുടെ നിശ്ചിത ഭാഗം UPI ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പിൻവലിക്കാൻ സാധിക്കും. ബാങ്കിംഗ് സേവനങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള സംവിധാനമാണ് ഒരുങ്ങുന്നത്. പണം ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് പേയ്മെന്റുകൾ നടത്താനോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ATMകൾ വഴി പിൻവലിക്കാനോ അംഗങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകും. ഏകദേശം 8 കോടിയോളം വരുന്ന അംഗങ്ങൾക്ക് ഈ പുതിയ സംവിധാനം ഏറെ ഗുണകരമാകും. ഈ പദ്ധതി സുഗമമായി നടപ്പിലാക്കുന്നതിനായി EPFO സോഫ്റ്റ്വെയർ സംബന്ധമായ തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഉന്നത വൃത്തങ്ങളും സൂചിപ്പിച്ചു. നിലവിൽ EPF പണം പിൻവലിക്കൽ ഓൺലൈൻ വഴി അപേക്ഷിച്ച് ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരാറുണ്ട്. പുതിയ സംവിധാനം ഈ അവസ്ഥ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. കാരണം അപേക്ഷ സമർപ്പിച്ച് വെറും 3 ദിവസത്തിനുള്ളിൽ യാതൊരു മാനുവൽ ഇടപെടലുമില്ലാതെ EPF ക്ലെയിമുകൾ ഇലക്ട്രോണിക്കായി തീർപ്പാക്കും. ഈ ഓട്ടോ സെറ്റിൽമെന്റ് പരിധി നിലവിലുള്ള 1 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അസുഖങ്ങൾ, വിദ്യാഭ്യാസം, വിവാഹം, ഭവന നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി EPF അംഗങ്ങൾക്ക് 3 ദിവസത്തിനുള്ളിൽ പണം എളുപ്പത്തിൽ ലഭ്യമാക്കാനും ഇത് സഹായിക്കും. EPFOയ്ക്ക് ബാങ്കിംഗ് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അംഗങ്ങളെ അവരുടെ EPF അക്കൗണ്ടുകളിൽ നിന്ന് നേരിട്ട് പണം പിൻവലിക്കാൻ അനുവദിക്കാൻ കഴിയില്ലെന്ന് വൃത്തങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2025 ഒക്ടോബറിൽ EPFOയുടെ ഉന്നത നയരൂപീകരണ സമിതിയായിട്ടുള്ള സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ഭാഗിക EPF പിൻവലിക്കൽ വ്യവസ്ഥകൾ ലളിതമാക്കാനും ഉദാരമാക്കാനും അംഗീകാരം നൽകുകയും ചെയ്തു. ഈ തീരുമാനങ്ങൾ അടങ്ങിയ മീറ്റിംഗ് മിനിറ്റ്സുകൾ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അംഗീകരിച്ചതിനാൽ ഈ വ്യവസ്ഥകൾ ഉടൻ വിജ്ഞാപനം ചെയ്യും. ഇനി മുതൽ ജീവനക്കാരന്റെയും തൊഴിലുടമയുടെയും വിഹിതം ഉൾപ്പെടെ പ്രൊവിഡന്റ് ഫണ്ടിലുള്ള അർഹമായ ബാലൻസിന്റെ 100% വരെ അംഗങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കും. അക്കൗണ്ടിലെ സംഭാവനകളുടെ 25% എപ്പോഴും നിലനിർത്തേണ്ട ഏറ്റവും കുറഞ്ഞ ബാലൻസായി നീക്കിവെക്കാനുള്ള വ്യവസ്ഥയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.